ഹലോ മിസ്സേ കാണാൻ പറ്റുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്ലോബൽ വാർമിങ്ങും ഗ്രീൻ ഹൗസ് എഫക്റ്റും ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെയാണ് കേട്ടോ. ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ലോവർ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാന്ന് മാത്രം. ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത് നോക്കാം. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ആഗോള താപനം എന്നൊക്കെ പറയും. നമ്മുടെ ആഗോളം, നമ്മുടെ എർത്ത് ചൂടാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ്. മൊത്തത്തിൽ ചൂടാകുന്നതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നോക്കാം. ഗ്ലോബൽ വാർമിംഗ് ഈസ് ദ ഗ്രാജുവൽ റേസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് എർത്ത് സർഫസ്, ഓഷ്യൻ ആൻഡ് അറ്റ്മോസ്ഫിയർ. The most noticeable effect of global warming is the melting of the ice and glaciers in the world. അപ്പോ എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാല്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രാജുവൽ റേസ് ഇൻ ദ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഉയർച്ച, ഒരു കൂടിക്കൂടി വരും ടെമ്പറേച്ചർ. നമ്മുടെ എർത്തിന്റെ ടെമ്പറേച്ചർ കൂടുതലായിട്ട് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥേനെയാണ് എന്ത് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അത് എർത്തിന്റെ സർഫസിന് മാത്രമല്ല, ഓഷ്യനിലും നമ്മുടെ അറ്റ്മോസ്ഫിയർ മൊത്തം, നമ്മുടെ ഒരു ഗോളം, നമ്മുടെ ഒരു ഇതെടുത്താല്, നമ്മുടെ എർത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അത് എർത്ത് എന്ന് പറഞ്ഞ പ്ലാനറ്റ് മൊത്തത്തിൽ അതിന്റെ ടെമ്പറേച്ചർ ഗ്രാജുവൽ ആയിട്ട് റേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. മൊത്തത്തിലായിട്ട് ചൂടാവുക, അതിന്റെ ടെമ്പറേച്ചർ റേസ് ചെയ്യുക, ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? മനസ്സിലാകുന്നുണ്ടല്ലോ? മിസ്സേ ഇടക്ക് കട്ടായി പോകുന്നുണ്ട്. വോയിസ് കട്ടായി പോകുന്നത്? വോയിസ് ആണോ പ്രശ്നം? വോയിസ് ആണോ ക്ലിയർ ആവാത്തത്? പറയേ. വോയിസും കട്ടാവുന്നുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മിസ്സേ വോയിസ് കേൾക്കുന്നില്ല. ഇപ്പൊ പറയുന്നൊന്നും ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ പറയുന്ന എല്ലാവർക്കും അങ്ങനെയാണോ? വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഒന്ന് ഒരാളും കൂടെ പറഞ്ഞേ. എന്തെങ്കിലും പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? കട്ടാകുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ കട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾ നോക്കണേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. ഇപ്പൊ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞ പ്ലാനറ്റ് മുഴുവനായിട്ടും അതിന്റെ അറ്റ്മോസ്ഫിയർ ആയാലും എർത്തിന്റെ സർഫസ് ആയാലും ഓഷ്യൻ ഒക്കെ മുഴുവനായിട്ട് അതിന്റെ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഗ്രാജുവൽ റേസിനെയാണ്, അതിന്റെ ഗ്രാജുവൽ റേസ് ഇൻ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ കുഴപ്പമുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ. അപ്പോ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് എന്ന് പറയുന്ന പ്ലാനറ്റിന്റെ സർഫസും ഓഷ്യനും അതിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ, അതിലൊക്കെ ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള ടെമ്പറേച്ചറിന്റെ ഒരു ഗ്രാജുവൽ റേസിനെയാണ്. അതായത് ടെമ്പറേച്ചർ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക, എർത്തിന്റെ സർഫസ് മൊത്തം ടെമ്പറേച്ചർ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലോബൽ വാർമിംഗും ഗ്രീൻ ഹൗസ് എഫക്റ്റും ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ് കേട്ടോ. ഓക്കെ. As a result, even the sea level is rising steadily. It is believed that by the end of 21st century, many cities will be partly flooded by the sea. ഇപ്പൊ എന്താ പറയുന്നത്? ഇങ്ങനെ ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് നമ്മുടെ ഒരു 21st സെഞ്ചുറി ആകുമ്പോഴേക്കും നമ്മുടെ ഒരു പകുതിയിലധികം സിറ്റികളും എന്താവെന്നാ പറയുന്നത്? നമ്മുടെ വെള്ളത്തിനടിയിൽ ആകാനുള്ള ചാൻസ് ഉണ്ടെന്നാ പറയുന്നത്. അതായത് ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഫലമായിട്ട് നമ്മുടെ സീ ലെവൽ, കടലിന്റെ നില എന്ത് ചെയ്യുന്നു? താരതമ്യേന കൂടിക്കൂടി വരിക ചെയ്യുന്നത്. ഗ്ലോബൽ വാർമിങ്ങിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇത് കൂടിക്കൂടി വരുന്നുണ്ട്. സീ ലെവൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പകുതിയിലധികം സിറ്റീസ് ഒരു 21st സെഞ്ചുറി ആകുമ്പോഴേക്കും വെള്ളത്തിനടിയിലാകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു എഫക്റ്റ് ആണത്. ഓക്കെ.
എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. Global warming is caused when carbon dioxide, greenhouse gases, and other air pollutants get collected in the earth atmosphere and absorb the solar radiation that has bounce effect. അപ്പൊ എന്താ പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസ്ഡ് വെൻ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഗ്ലോബൽ വാർമിങ്ങിന് ഒരു പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഈ അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഗേഷ്യസ് സ്റ്റേജിൽ കിടക്കുന്ന കുറെ ഗ്യാസസ് ആണ്. അതില് കാർബൺ ഡൈ ഓക്സൈഡും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെയാണ് ഈ ഗ്ലോബൽ വാർമിങ്ങിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത്. ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നൊക്കെ പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, നൈട്രസ് ഓക്സൈഡ് എന്നൊക്കെ പറയുന്ന, നമ്മൾ പറഞ്ഞല്ലോ എയർ പൊല്യൂട്ടൻസിനൊക്കെ കാരണമാകുന്ന പൊല്യൂട്ടൻസ്, എയർ പൊല്യൂട്ടൻസ്, വാട്ടർ പൊല്യൂട്ടൻസിനൊക്കെ വാട്ടർ പൊല്യൂഷനൊക്കെ കാരണമാവുന്ന പൊല്യൂട്ടൻസ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആണ് കൂടുതലായിട്ടും ഈ അറ്റ്മോസ്ഫിയറിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് അറ്റ്മോസ്ഫിയറിന്, ഗ്ലോബൽ വാർമിങ്ങിന് എങ്ങനെ ഇത് കാരണക്കാരാകുക, ഈ വാതകങ്ങൾ എങ്ങനെയൊക്കെയാണ് ഗ്ലോബൽ വാർമിങ്ങിനെ അഫക്ട് ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ഈ ഇതുപോലെയുള്ള ഗ്യാസസ് നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ സണ്ണിൽ നിന്നും എർത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സോളാർ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എർത്തിലേക്ക് സണ്ണിൽ നിന്നും സോളാർ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. നമ്മുടെ സണ്ണിൽ നിന്ന് എർത്തിലേക്ക് സോളാർ റേഡിയേഷൻസ് വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. അതായത് ലൈറ്റ് വരുന്നത് സോളാർ റേഡിയേഷൻസാ വരുന്നത് അല്ലെ. പല ഡിഫറെന്റ് വേവ് ലെങ്തിലുള്ള സോളാർ റേഡിയേഷൻസ് ആണ് നമുക്ക് അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, എക്സ്റേസ് എന്നൊക്കെ പറഞ്ഞ പല തരത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ട് അല്ലെ. അറിയാലോ, ഹലോ, മൈക്രോവേവ് റേഡിയേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേവ് ലെങ്ത് ഡിഫറെന്റ് ആയിട്ടുള്ള പലതരം റേഡിയേഷൻസ് സണ്ണിൽ നിന്നും എർത്തിലേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലെ നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് ഇതിന്റെ ഷോർട്ടഡ് വേവ് ലെങ്ത് ഉള്ള അതായത് സണ്ണിൽ നിന്ന് എർത്തിലേക്ക് സോളാർ റേഡിയേഷൻസ് വരുന്നുണ്ട്. ആ സോളാർ റേഡിയേഷൻസിനെല്ലാം തന്നെ ഒരേ വേവ് ലെങ്ത് അല്ല ഉള്ളത്. ഫ്രീക്വൻസിയും ഡിഫറെന്റ് ആണ്, വേവ് ലെങ്തും ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പൊ അൾട്രാവയലറ്റ് UV റേസിനുള്ള വേവ് ലെങ്ത് അല്ല ഇൻഫ്രാറെഡ് റേസിനുള്ളത് അല്ലെ. ഇൻഫ്രാറെഡ് റേസിന് വേവ് ലെങ്ത് കൂടുതലാണ്, അൾട്രാവയലറ്റ് റേസിന് വേവ് ലെങ്ത് കുറവാണ്. അതിന്റെ ഇടയിൽ വരുന്ന കുറെ റേഡിയേഷൻസും ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ വിസിബിൾ റേസ് ഒക്കെ ഉണ്ട് അതിൽ വരുന്നത്. അപ്പം ഇതിന്റെ ഒക്കെ റേഡിയേഷൻസ് ഡിഫറെന്റ് ആണ്. അപ്പം നമ്മുടെ എർത്തിന്റെ സർഫസ് എന്ന് പറയുന്നത്, എർത്തിന്റെ സർഫസ് സാധാരണഗതിയിൽ നമ്മുടെ എന്ത് ചെയ്യും, ഈ സണ്ണിൽ നിന്ന് വരുന്ന സോളാർ റേഡിയേഷൻസിലുള്ള ചെറിയ വേവ് ലെങ്തിനൊക്കെ എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. അതായത് വന്ന് ജസ്റ്റ് ഒന്ന് ഇൻസിഡന്റ് ചെയ്യും, നമ്മുടെ എർത്തിന്റെ സർഫസിൽ ഒന്ന് ജസ്റ്റ് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതെന്ത് ചെയ്യും, അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്തിട്ട് പോകും. UV റേസ് ഒക്കെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകും. പക്ഷേ ഇൻഫ്രാറെഡ് റേസ് ഒക്കെ എന്താ ചെയ്യുക, ഇൻഫ്രാറെഡ് റേസ് ഒക്കെ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ പോലെയുള്ള, പിന്നെ ഈവൻ വാട്ടർ വേപ്പർ പോലും, നമ്മുടെ അന്തരീക്ഷത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടർ വേപ്പർ പോലും ഇങ്ങനെയുള്ള റേഡിയേഷൻസിനെ ബൗൺസ് ചെയ്യും, അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയുള്ള റേഡിയേഷൻസിനെ ഇതുപോലെയുള്ള വാതകങ്ങൾ അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഇൻഫ്രാറെഡ് റേസിന് ഭൂമിയിൽ നിന്നും തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, അതായത് സണ്ണിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന ഇങ്ങനെയുള്ള റേസ് സാധാരണഗതിയിൽ തിരിച്ചു പോകേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യില്ല, അഫക്ട് ചെയ്യില്ല. നമ്മുടെ ഭൂമിയിൽ അങ്ങനെ ടെമ്പറേച്ചർ എക്സിസ്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മുടെ ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ മൂലം കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പൊല്യൂട്ടൻസ് നമ്മുടെ ഭൂമിയിൽ എക്സിസ്റ്റ്, അതിന്റെ സർഫസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള റേഡിയേഷൻസ്, നമ്മുടെ സണ്ണിൽ നിന്ന് എർത്തിലേക്ക് വരുന്ന റേഡിയേഷൻസിൽ അധികം എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഗ്യാസസ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ ഒക്കെ പോലുള്ള ഗ്യാസ് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള റേസിനെ അബ്സോർബ് ചെയ്തെടുക്കും. അവരെ വിട്ടുകൊടുക്കില്ല, അങ്ങോട്ട് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി അനുവദിക്കില്ല. തിരിച്ച് റിഫ്ലക്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള വാതകങ്ങൾ അവയെ തടഞ്ഞു നിർത്തും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്.
ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള വാതകങ്ങള് റേഡിയേഷൻസിന് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് സണ്ണിലേക്ക് പോകുന്നത് തടഞ്ഞു വെക്കും അല്ലെ? അപ്പൊ തടഞ്ഞു വെക്കുമ്പോ എന്ത് ചെയ്യും? ഈ ഇൻഫ്രാറെഡ് റേസ് എന്നൊക്കെ പറയുന്നത് ഹീറ്റ് റേഡിയേഷൻസാ. കൂടുതലായിട്ട് താപമുള്ള റേഡിയേഷൻസ് ആണ് ഈ ഇൻഫ്രാറെഡ് റേസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റേഡിയേഷൻസിന് അവരിവിടെ പിടിച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ ആ റേഡിയേഷൻസ് എന്ത് ചെയ്യും? നമ്മുടെ എർത്ത് സർഫസിനെ നന്നായിട്ട് ചൂടാക്കും. അപ്പൊ നമ്മുടെ എർത്ത് സർഫസിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? റേസ് ചെയ്യാൻ തുടങ്ങും, ഉയരാൻ തുടങ്ങും. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ എർത്തിന്റെ സർഫസ് ആയാലും നമ്മുടെ സീയുടെ സർഫസ് ആയാലും അല്ലെ, നമ്മുടെ സമുദ്രത്തിന്റെ ഒക്കെ സർഫസ് ആയാലൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടാകും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഈ എർത്തിന്റെ സർഫസ്, നമ്മുടെ ഈ ഒരു പ്ലാനറ്റിനെ തന്നെ, നമ്മുടെ എർത്തിനെ തന്നെ മുഴുവനായിട്ട് മൊത്തത്തിൽ അത് ചൂടാകാന് കാരണമാകും. അപ്പൊ ഈ ഒരു റൈസ് ഇൻ ടെമ്പറേച്ചർ ഇൻ ദി അറ്റ്മോസ്ഫിയർ, എർത്ത് അറ്റ്മോസ്ഫിയർ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാന്ന് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകാനുള്ള കാരണം പറഞ്ഞല്ലോ. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ ഒക്കെ പോലെയുള്ള, ക്ലോറോഫ്ലോറോ കാർബൺ ഒക്കെ പോലെയുള്ള, ഈവൻ വാട്ടർ വേപ്പർ പോലും ഇൻഫ്രാറെഡ് റേസിനെ തടഞ്ഞു നിർത്തുന്ന പറയുന്നത്. വാട്ടർ വേപ്പർ പോലും ഇൻഫ്രാറെഡ് റേസിനെ തടഞ്ഞു നിർത്തുന്ന പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള ഇതുപോലുള്ള ഗ്യാസസ് ഒക്കെ തടഞ്ഞു നിർത്തുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ എർത്തിന്റെ സർഫസിന്റെ ടെമ്പറേച്ചർ കൂടുതലാനുള്ള ചാൻസ്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിലേക്ക് ഇങ്ങനെ കൂടുമ്പോൾ ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ടുള്ള റൈസ് വരുമ്പോഴാണ് അത് ഗ്ലോബൽ വാർമിംഗിലേക്ക് നീങ്ങുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. Because these pollutants exist in the atmosphere, they trap the heat and make the earth hotter. It is also known as greenhouse effect. അപ്പൊ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ ഇതുപോലെയുള്ള വാതകങ്ങൾ കൂടുതലായിട്ടും ട്രാപ്പ് ചെയ്യും നമ്മുടെ ഈ ഇങ്ങനെയുള്ള വരുന്ന സണ്ണിൽ നിന്ന് വരുന്ന സോളാർ റേഡിയേഷൻസിനെ, സോളാർ റേസിനെ എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പിടിച്ചു നിർത്തുക അല്ലെ, പിടിച്ചു നിർത്തും. അങ്ങനെയാണ് ഇത് എന്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗിലേക്ക് കാരണമാകുന്നത്. അപ്പൊ ഈ ട്രാപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ? ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. Okay. The global warming, the main cause of global warming is the emission of greenhouse gases such as carbon dioxide, methane and nitrous oxide. അപ്പൊ നൈട്രസ് ഓക്സൈഡ്, മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറയുന്ന വാതകങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് കേട്ടോ. CFC ഗ്യാസസ് എന്ന് വിളിക്കും. സോറി, ഗ്രീൻ ഹൗസ് GFG ഗ്യാസസ് എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഗ്യാസസ് ആണ് കൂടുതലായിട്ടും ഗ്ലോബൽ വാർമിംഗിലേക്ക് നയിക്കുന്നത് എന്ന് പറയുന്നത്. Then human activity over the past 250 years, including the burning of fossil fuels, change of land use of agriculture, and increase the concentration of greenhouse gases in the earth atmosphere. അപ്പം അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എക്സിസ്റ്റൻസ് മാത്രമല്ല, നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസും, അതായത് നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ പോലെയുള്ള ഇതൊക്കെ ബേൺ ചെയ്യുന്ന സമയത്ത്, ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ബേൺ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലുള്ള എമിഷൻ വരുന്നുണ്ട് അല്ലെ, ഗ്യാസസ് ഒക്കെ എമിഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം കൂടുതലും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. As these gases build up in the atmosphere, they strengthen what is known as the greenhouse gases. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഗ്യാസസിനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. അങ്ങനെ കൂടുതലായിട്ടുള്ള ഇങ്ങനെയുള്ള വാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ റേഡിയേഷൻസിനെ ട്രാപ്പ് ചെയ്യും. അപ്പൊ അതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. കോസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. Emission of greenhouse gases like carbon dioxide, methane, nitrous oxide, etc. into the atmosphere. നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത്. ഇങ്ങനെയുള്ള ഗ്യാസസ്, ദ മേജർ സോഴ്സ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് എങ്ങനെയാ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വരുന്നത് എന്നുള്ളതിന്റെ കാരണം നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. എങ്ങനെയൊക്കെയായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്നത്? പറഞ്ഞേ, ആരാ ഒരാൾ പറഞ്ഞേ. പ്രത്യക്ഷ പറഞ്ഞ. പ്രത്യക്ഷ കേൾക്കുന്നില്ലേ? പ്രത്യക്ഷ, ഹലോ ഹലോ ഹലോ. വേറെ ആരാ? പൂജ. ആരാ? പ്രത്യക്ഷ ഇല്ലേ ഇവിടെ? പ്രത്യക്ഷ
പ്രത്യക്ഷ ഉണ്ടല്ലോ. പ്രത്യക്ഷ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ക്ലാസ്സിലില്ലേ? വിട്ടിട്ട് പോയോ? നിങ്ങളെന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? പറഞ്ഞേ. ഇപ്പാരാ ജോയിൻ ചെയ്തേ? കൃഷ്ണേന്ദു പറഞ്ഞേ. കൃഷ്ണേന്ദു കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കൃഷ്ണേന്ദു പറഞ്ഞോ. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ടും എക്സിസ്റ്റ് ചെയ്യാനുണ്ടാകുന്ന ഒരു കാരണം പറഞ്ഞേ. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിട്ടും വരാനുണ്ടാകുന്ന ഒരു കാരണം പറഞ്ഞേ. നമ്മൾ കുറെ തവണ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഭൂമിയിൽ കൂടുതലായിട്ട് അബണ്ടന്റ് ആയിട്ട് വരുന്നത് എന്ന് ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞോ. പറയേ. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലേ? പറഞ്ഞോ കൃഷ്ണേന്ദു. കേൾക്കുന്നില്ലേ കൃഷ്ണേന്ദു? ഓക്കെ, വേറെ ആരാ? ആദിത്യ അൺമ്യൂട്ട് ചെയ്തേ. ആദിത്യ പറഞ്ഞോ. ഓക്കെ, പറഞ്ഞോ. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ടും അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകാൻ പറ്റുന്ന ഒരു സാഹചര്യം പറഞ്ഞേ. ഡിഫോറസ്റ്റേഷൻ. വെരി ഗുഡ്. ഡിഫോറസ്റ്റേഷൻ കൂടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് ഇനി സ്ക്രീൻ കാണുന്നുണ്ടോ എന്ന് പറയണേ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ കാണുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഗ്രീൻ ഹൗസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഗ്ലോബൽ വാർമിങ്ങിനെ കൂടുതലായിട്ട് കോസ് ചെയ്യുന്നത് എന്നാ പറയുന്നത്. ഓക്കെ, 20% ബൈ മീതെയിൻ ആൻഡ് നൈട്രസ് ഓക്സൈഡ്. അപ്പൊ 20% മാത്രമേ ഉള്ളൂ മീതെയിനും നൈട്രസ് ഓക്സൈഡ് ഒക്കെ നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലോബൽ വാർമിംഗ് എന്താന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിന്റെ എങ്ങനെയൊക്കെ നമ്മൾ എഫക്ട് ചെയ്യുന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ. എന്തിനു കാരണമാകുന്നു? നമ്മുടെ മൊത്തം സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് ഇത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് കൂടുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ എർത്ത് സർഫസിന്റെ ടെമ്പറേച്ചർ കൂടും. ഓക്കെ, ദെൻ മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ്. അതായത് ഈ മഞ്ഞ മലകളൊക്കെ എന്ത് ചെയ്യും? ഉരുകാൻ തുടങ്ങും അല്ലെ? നമ്മുടെ മൊത്തത്തിൽ അറിയാലോ, നമുക്ക് ടെമ്പറേച്ചർ കൂടുമ്പോ എന്ത് സംഭവിക്കും അല്ലെ? അത് മെൽറ്റിങ്ങിന് കാരണമാകും. ഐസൊക്കെ മെൽറ്റ് ചെയ്യാനുള്ള കാരണമാകും. ഉരുകും അല്ലെ? ഐസൊക്കെ ഉരുകി വരും. അപ്പൊ ഗ്ലേഷ്യേഴ്സ്, ഇങ്ങനെയുള്ള മഞ്ഞ മലകളൊക്കെ പോലെയുള്ള അങ്ങനെ കാശ്മീരിലൊക്കെ അല്ലെ കുറെ മഞ്ഞ മലകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, ഗ്ലേഷ്യേഴ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്യും? ആ മഞ്ഞ മലകളൊക്കെ ഉരുകാൻ വേണ്ടി തുടങ്ങും. ഉരുകുമ്പോ എന്താ സംഭവിക്കുക ശരിക്കും അല്ലെ? ഐസ് മെൽറ്റ് ചെയ്താൽ എന്തായി മാറും? ഐസ് മെൽറ്റ് ആയിട്ടാണ് എന്താകുന്നത്? വാട്ടർ ആയിട്ട് മാറും. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, കൂടുതലായിട്ടുള്ള മഞ്ഞുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് അല്ലെ? അപ്പൊ അവിടെയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഐസൊക്കെ മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്യുമ്പോൾ വെള്ളമായിട്ട് മാറുമ്പോ എന്ത് സംഭവിക്കും? അവിടെയുള്ള സിറ്റി എല്ലാം മൊത്തത്തിൽ എന്തായി പോകും? വെള്ളത്തിനടിയിലാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സിന് ഇതൊരു കാരണമാകുന്ന പറയുന്നത്. ദെൻ റേസ് ഇൻ സീ ലെവൽ. നമ്മുടെ സീ ലെവലും ഇതെന്ത് ചെയ്യും? റേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. എന്ത് ചെയ്യും? സംഭവിക്കും? നമുക്ക് ഇങ്ങനെ കൂടുതലായിട്ടും അല്ലെ ഓരോന്നും എക്സ്റ്റെന്റ് സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പം വംശനാശം സംഭവിക്കുമല്ലോ. കുറെ നമുക്കറിയാം, നമ്മുടെ പണ്ടുണ്ടായിരുന്ന കുറെ ജീവിവർഗങ്ങളൊന്നും ഇപ്പൊ നിലവിലില്ല അല്ലെ? കുറെ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടായിരുന്ന വ്യതിയാനം മൂലമാണ് അല്ലെ അവര് എന്ത് ചെയ്യുന്നത്? എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്നത്. എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വംശനാശം സംഭവിക്കുക അല്ലെ? അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥ അല്ലെ അവർക്കത് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കത് സർവൈവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ ആ ഒരു വംശം തന്നെ ഇല്ലാതെ ആയി പോകുന്നത്. പറഞ്ഞോ, കേൾക്കുന്നില്ലേ? പറഞ്ഞോ കൃഷ്ണേന്ദു, കേൾക്കുന്നില്ലേ? പറഞ്ഞോ കൃഷ്ണേന്ദു, പറഞ്ഞോ. കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? റേഞ്ചിന്റെ പ്രശ്നങ്ങൾ. ഞാൻ മഴയത്താണ് നിന്നിട്ടുള്ളത്. ഓക്കെ, വേറെ ആരാ
ആദ്യത്തെ എനിക്ക് റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ആ മിസ് ഓക്കെ, കേൾക്കുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വിസ്മയ പറഞ്ഞേ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോ? കേൾക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ കൃഷ്ണേന്ദുവിന്റെ മാത്രം പ്രോബ്ലം ആണ്. കൃഷ്ണേന്ദുവിനെ ഒന്ന് ഇൻഫോം ചെയ്തോളൂ. ഞാൻ പറയുന്നത് അവള് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഒന്ന് മാറി നിന്നോളൂ, കുഴപ്പമില്ല, ഞാൻ പിന്നീട് പറഞ്ഞു കൊടുത്തോളാന്നൊന്ന് പറഞ്ഞോ. ഞാൻ പറയുന്നത് അവള് കേൾക്കുന്നില്ല. നിങ്ങളൊന്ന് പേഴ്സണൽ ആയിട്ട് ആരെങ്കിലും ഒന്ന് അവളെ ഇൻഫോം ചെയ്യുക. അവൾ മഴയത്താൻ തോന്നുന്നു നിൽക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഹലോ മിസ്സേ. ഓക്കെ. ആ പറഞ്ഞോ കൃഷ്ണേന്ദു, പറഞ്ഞോളൂ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? മോൾക്ക് കിട്ടുന്നില്ലേ? റേഞ്ച് ഇല്ലേ? റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല, മാറി നിന്നോ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു തന്നോളാം, പിന്നെ ഞാൻ പറഞ്ഞു തന്നോളാം, പോരെ? മിസ്സേ, എനിക്ക് റേഞ്ചിന്റെ പ്രശ്നമുള്ളതാണ്. ഞാൻ മഴയത്ത് വന്ന് നിന്നിട്ടുള്ളത്, അതാണ്. അകത്തൊന്നും റേഞ്ച് ഇല്ല, എനിക്കൊന്നും കേൾക്കുന്നുണ്ടായില്ല. ഓക്കെ, ഞാൻ ഹലോ പറഞ്ഞല്ലോ, കുഴപ്പമില്ല, കട്ട് ചെയ്തിട്ട് മിസ്സേ. പോയിക്കോളൂ, കുഴപ്പമില്ല, ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തോളാം. ഹലോ പറഞ്ഞോ മിസ്സേ. കൃഷ്ണേന്ദു, ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചെയ്തോ കൃഷ്ണേന്ദു? മിസ്സേ, മിസ് എനിക്ക് പറയുന്നൊന്നും എക്സ്പ്ലെയിൻ ഞാൻ ചെയ്യാൻ പറ്റുന്നില്ല കൃഷ്ണ. പ്ലീസ് ആരെങ്കിലും ഒന്ന് കൃഷ്ണേന്ദുവിനെ ഒന്ന് ഇൻഫോം ചെയ്യുവോ? അവള് മ്യൂട്ട് ചെയ്യാതെ ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചേ, ഡെലിവേർഡ് ഓക്കെ, ആയിട്ടില്ല. അവളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. അവളോട് പറഞ്ഞോളൂ, മ്യൂട്ട് കട്ട് ചെയ്തിട്ട് പോയിക്കോ, ഞാൻ അറ്റൻഡൻസ് കൊടുത്തോളാം, ഞാൻ നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോളാം എന്ന് പറഞ്ഞോളൂ. ഒന്നൊരാള് കോൾ ചെയ്തെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമ്മുടെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, ബയോഡൈവേഴ്സിറ്റിന്റെ കാര്യം അല്ലെ? നമ്മുടെ കുറെ ജീവി വർഗ്ഗങ്ങൾ, പണ്ട് ഡൈനോസേഴ്സ് ഒക്കെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. കാരണം എന്താ? അവർക്കുള്ള അവരുടെ ഒരു ഹാബിറ്റാറ്റ് ഇപ്പൊ നിലവിലില്ല അല്ലെ? അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പൊ ഉള്ളത് അല്ലെ? അങ്ങനെ ടെമ്പറേച്ചർ ഒക്കെ അധികമായിട്ട് വംശനാശം സംഭവിച്ച പലതരം ജീവികളും ഉണ്ട് അല്ലെ? അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മുടെ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബയോഡൈവേഴ്സിറ്റിനെ തന്നെ എന്ത് ചെയ്യുന്ന പറയുന്നത്, ബാധിക്കുന്ന പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്ന പല ജീവി വർഗ്ഗങ്ങളും ഇന്നില്ല, അവരൊക്കെ എക്സ്റ്റിന്റ് ആയിട്ട് പോയിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് കൂടുതൽ നമ്മുടെ എർത്തിന്റെ സർഫസ് കൂടുതൽ ചൂടാകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ ഹിമക്കരടികളൊക്കെ പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇങ്ങനെ കൂടുതലായിട്ട് ഇനിയും ഇങ്ങനെ ഗ്ലോബൽ വാർമിംഗ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് മഞ്ഞുമലകളൊക്കെ ഉരുകിയിട്ട് അവിടെ മഞ്ഞുമലകളൊന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ വാസസ്ഥലമായിട്ട് ചൂസ് ചെയ്ത് അങ്ങനെയൊക്കെ അവിടെയൊക്കെ താമസിക്കുന്ന അവരുടെയൊക്കെ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള ജീവികളൊക്കെ എന്ത് ചെയ്യും? അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? അവരുടെ ഹാബിറ്റാറ്റ് അല്ല ഉണ്ടാവുക, അവർക്ക് ചൂടിനെ തരണം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ? അവരുടെ സ്കിൻ ടൈപ്പ് ഒക്കെ ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ അതൊന്നും അവർക്ക് ഈ ഇങ്ങനെയുള്ള അധികമായിട്ടുള്ള ചൂടിനെ ഒന്നും അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തോ സംഭവിക്കും? വംശനാശം സംഭവിക്കും. ഒരു മൊത്തത്തിൽ എന്ത് ചെയ്യും? അവർ കൂട്ടായിട്ട് വംശനാശം സംഭവിക്കാൻ ഇടയുണ്ട്. അപ്പൊ അതാണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പറയുന്നത്. നമ്മുടെ ആനിമൽസിന്റെ കാര്യത്തിൽ മാത്രമല്ല, പ്ലാന്റ്സ് ആയാലും അല്ലെ, കൂടുതൽ ഓവർ ആയിട്ടുള്ള ഹീറ്റ് ഓവർകം ചെയ്യാൻ പറ്റാത്ത പ്ലാന്റ്സും ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയൊക്കെ ബയോഡൈവേഴ്സിറ്റിനെ അത് ബാധിക്കുന്ന പറയുന്നത്. ഓക്കെ, ദെൻ സ്പ്രെഡ് ഓഫ് വെക്ടർ ബോൺ ഡിസീസസ്. അപ്പം പിന്നെ പറയുന്നത് നമ്മുടെ ഹെൽത്തിനെ അല്ലെ? ഇപ്പൊ UV റേസ് ഒക്കെ കൂടുതലായിട്ടും ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാലോ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാനുണ്ട്, ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ
പ്രോബ്ലംസും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. ദെൻ ഒക്കറൻസ് ഓഫ് എക്സ്ട്രീം വെതർ ഫിനോമിനൻ, പിന്നെ കൂടുതലായിട്ടും ചൂട്, നമ്മുടെ വെതർ, നമ്മുടെ കാലാവസ്ഥ തന്നെ മാറിപ്പോകും അല്ലെ. നമുക്ക് ഈ കിട്ടുന്ന മഴ ഒക്കെ, നമ്മുടെ തണുപ്പൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും, കൂടുതൽ എപ്പോഴും ചൂടായിട്ട് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ വെതറിനെ അത് ബാധിക്കുന്ന പറയുന്നത്. ദെൻ അസിഡിഫിക്കേഷൻ ഓഫ് ഓഷ്യൻസ്, ഓഷ്യൻസിന് എന്ത് ചെയ്യും, അസിഡിഫൈ ചെയ്യുന്ന പറയുന്നത്. ഓക്കെ. ദ ലാർജ് സ്കെയിൽ ഓഫ് ഒക്കറൻസ് ഓഫ് ഫോറസ്റ്റ് ഫയേഴ്സ്, നമ്മുടെ കാട്ടുതീയൊക്കെ പോലുള്ള പ്രതിഭാസങ്ങളൊക്കെ കൂടിക്കൂടി വരും. ഓക്കെ. ദെൻ സസ്റ്റൈനബിൾ റിഡക്ഷൻ ക്രോപ്പ് യൂൾസ്. അപ്പം ഇങ്ങനെ ക്രോപ്പ് യൂൾസ് എന്ന് പറയുന്നത് ഈ വിളകളൊക്കെ, വിളകളുടെ ഒക്കെ ഉൽപാദനം എന്ത് ചെയ്യും, ഇതിനൊക്കെ തടസ്സപ്പെടുത്താൻ ഈ ഗ്ലോബൽ വാർമിംഗ് കാരണമാകുന്ന പറയുന്നത്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഓക്കെ, ഇങ്ങനെയാണ് എഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഒരു 5-8 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നോക്കുക. ഇൻക്രീസിംഗ് ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ്, റൈസ് ഇൻ സീ ലെവൽ, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, സ്പ്രെഡ് ഓഫ് വെക്ടർ-ബോൺ ഡിസീസ്, occurrence of extreme weather phenomenon, acidification of oceans, large scale occurrence of forest fires, substantial reduction in crop yields. ഓക്കെ, അപ്പൊ ഇത്രയും എഫക്ട്സ് ആണ് നമുക്ക് ഈ ഗ്ലോബൽ വാർമിംഗ് മൂലം ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഈ ഗ്ലോബൽ വാർമിംഗ് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മെഷേഴ്സ് ടു കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ. യൂസ് ഓഫ് എക്കോ ഫ്രണ്ട്ലി ഫ്യൂവൽസ് ലൈക്ക് CNG ആൻഡ് LPG. എന്തുപയോഗിക്കാം? എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്യൂവൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതായത് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്യാം. ദെൻ പ്ലാന്റിങ് മോർ ആൻഡ് മോർ ട്രീസ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ട്രീസ് എന്ന് പറയുന്നത് വലിയൊരു, പിന്നെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു വലിയൊരു ഘടകം തന്നെയാണ് അല്ലെ ട്രീസ് എന്ന് പറയുന്നത്. ട്രീസ് ഇല്ലാണ്ടെങ്കിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് പോലുള്ള പല തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ട്രീസ് കൂടുതലായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് സംഭവിക്കും? ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ കൂടുതലായിട്ടും നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത്. അപ്പൊ അതിനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ. റീയൂസ്, റീപ്ലനിഷ് ആൻഡ് റീസൈക്കിൾ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഈ 3R കൺസെപ്റ്റ് ഒക്കെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെ. റീയൂസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, ഇങ്ങനെയുള്ള പ്രോസസ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ഇങ്ങനെയുള്ള കുറെ എമിഷൻസ് ഓഫ് ഗ്യാസസ് അല്ലെ, വിഷവാതകങ്ങളൊക്കെ കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. യൂസ് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് എനർജി അല്ലെ. നമുക്ക് പലതരത്തിലുള്ള മാൻമെയ്ഡ്, അതായത് എനർജി കൺസേർവ് ചെയ്യുക. നമുക്കുള്ള എനർജീസ് ഒക്കെ കൺസേർവ് ചെയ്യുക. അതൊക്കെ എന്ത് ചെയ്യുക? ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഒക്കെ, അതിന് പകരമുള്ള ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. ഗവൺമെന്റ് ഷുഡ് ഇമ്പോസ് സ്ട്രിക്ട് ലോസ് ടു കർബ് ഗ്ലോബൽ വാർമിംഗ്. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഇതിനായിട്ടുള്ള കുറെ പ്രോട്ടോകോൾസ് ഒക്കെ ഇറക്കണം അല്ലെ. നിലവിൽ ഗ്ലോബൽ വാർമിങ്ങിന് തടയാനുള്ള പ്രോട്ടോകോൾസ് ഒക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞ ക്യോട്ടോ പ്രോട്ടോകോൾ ഒക്കെ അല്ലെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഗ്ലോബൽ വാർമിംഗ് തടയുന്നത്. അപ്പം ഗവൺമെന്റ് കൂടുതൽ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം, ഇതിനായിട്ടുള്ള നിയമങ്ങള് പുറത്തിറക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കുറെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. ഗവൺമെന്റ് അങ്ങനെ ഒരു ലോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കത്തിക്കാൻ പാടില്ല, അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഗ്യാസ് എമിഷൻസ് ഒക്കെ കൂടുതൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് തന്നെ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു കാരണം കൊണ്ട് തന്നെ, അതിനെ ഒന്ന് കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതൊന്നും കൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കുക, നമ്മുടെ ഗവൺമെന്റ് വൈസ് തന്നെ ഒന്നും കൂടെ സ്ട്രിക്റ്റ് ആക്കുക എന്നുള്ളതൊക്കെ, അങ്ങനെയുള്ള നടപടികളൊക്കെ എന്ത് ചെയ്യുന്ന പറയുന്നത് നമ്മുടെ ഈ ഗ്ലോബൽ വാർമിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പറയുന്നത്. അപ്പൊ ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ മൂലം നമുക്ക് ഉണ്ടാകുന്ന പലതരം ചേഞ്ചസ് ഉണ്ട്. അപ്പൊ അതിലെ മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ക്ലൈമറ്റ് ചേഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ. Climate change is one of the most formidable development challenges faced by ഹ്യൂമാനിറ്റി ടുഡേ. അപ്പൊ നമ്മൾ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ, നമുക്ക് തന്നെ അറിയാം, നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒരു കാലാവസ്ഥയിലൂടെ അല്ല നമ്മൾ ഇന്ന് പോകുന്നത് അല്ലെ. മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യുന്നില്ല, പെയ്യാതിരിക്കേണ്ട സമയത്ത് കൂടുതലായിട്ട് മഴ പെയ്യുന്നു അല്ലെ. നമുക്ക് ചൂടാണെങ്കിൽ നമ്മളൊരു
നോർമൽ ആയിട്ടുള്ള രീതിയിലായിരുന്നു നമുക്കൊക്കെ പണ്ടൊക്കെ ചൂടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ രീതിയിൽ അതാണുള്ളത് അല്ല. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ, വേനൽക്കാലമൊക്കെ ആകുമ്പോഴേക്കും കൂടുതലായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര ചൂട് ഓരോ വർഷം തോറും കൂടിക്കൂടി വരികയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ കൂടുതലായിട്ട് ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് കോൺസിക്വൻസസ് ആർ ഗ്ലോബൽ ആൻഡ് ഇന്റർ ജനറേഷണൽ. അപ്പൊ ഇതിന്റെ കോൺസിക്വൻസസ് എന്നൊക്കെ പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഗ്ലോബൽ മൊത്തത്തിൽ മാത്രമല്ല ഇന്റർ ജനറേഷനിലും കൂടിയാണ് അല്ലെ. ദ ഗ്ലോബൽ ക്ലൈമറ്റ് ഈസ് നൗ ചേഞ്ചിങ് ഫാസ്റ്റർ ദാൻ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഇൻ ഹ്യൂമൻ സിവിലൈസേഷൻ. അപ്പൊ നമ്മുടെ സാംസ്കാരികത, നമ്മളിങ്ങനെ നമ്മുടെ ഓരോ സാംസ്കാരികമായ പ്രവർത്തികളും കൂടിക്കൂടി പലതരത്തിലുള്ള മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എന്തിനെ ബാധിക്കുന്നുണ്ടെന്നാ പറയുന്നത്, നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളെ വളരെ അധികം ബാധിക്കുന്നുണ്ടെന്നാ പറയുന്നത് അല്ലെ. നമ്മുടെ ഓരോ കൾച്ചർ, നമ്മുടെ ഓരോ ലൈഫ് സ്റ്റൈല്, നമ്മൾക്ക് ഇപ്പം സമയമില്ല, നമുക്ക് പെട്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നമ്മൾ അല്ലെ. നമ്മുടെ അധ്വാനിക്കുന്നത് കുറവ്, നമ്മൾ പെട്ടെന്ന് മെഷീൻസിനൊക്കെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളത് എൻവയോൺമെന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഒരു തരത്തിൽ നമ്മളത് അറിയുന്നില്ല, നമ്മൾ അറിയാതെ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് ടൈമില്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രകൃതിയെ പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. ഓക്കെ, then climate change will affect in profoundly adverse way some of the most fundamental determinants of health, food, air and water, adequate shelter and freedom from atmosphere. അപ്പൊ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാല്, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് നമ്മളെ പലതരത്തിൽ ബാധിക്കുന്നുണ്ട് അല്ലെ, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുമ്പോൾ നമ്മുടെ വാട്ടറിനെയും എയറിനെയും നമ്മുടെ ഫുഡിനെയും മൊത്തത്തിൽ നമ്മളെ തന്നെ അതെന്ത് ചെയ്യും, ഈ ക്ലൈമറ്റ് ചേഞ്ച് നമ്മളെ വളരെയധികം എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ പോലെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നത്. അത് നമ്മളെ തന്നെയാണ് എന്ത് ചെയ്യുക, പിന്നീട് ദോഷകരമായിട്ട് ബാധിക്കുക. ഓക്കെ, എഫക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് നമ്മളെ ബാധിക്കുക എന്നുള്ളതാണ്. ഇൻക്രീസ് ഇൻ ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യും, സർഫസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഓഷ്യൻ ആസിഡിഫിക്കേഷന് കാരണമാകും. മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ്, ചേഞ്ച് ഇൻ പാറ്റേൺ ഓഫ് റെയിൻഫോൾ അല്ലെ, നമ്മുടെ റെയിൻഫോളിലുള്ള പാറ്റേൺ തന്നെ മാറും അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കിയാൽ തന്നെ നമ്മുടെ പണ്ടുണ്ടായിരുന്ന ഒരു മഴ പെയ്യുന്ന ഒരു സീസണിലല്ല ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് മഴ കിട്ടുന്നത് അല്ലെ. മഴ കിട്ടേണ്ട സമയത്ത് നമുക്ക് മഴ പെയ്യുന്നില്ല, മഴ കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടൈമിലേക്ക് നമുക്ക് മഴ കൂടി വരുന്നു അല്ലെ. അങ്ങനെ ഒരു ഓർഡർ അല്ലാത്ത ഒരു പലതരത്തിൽ ഇറഗുലർ ആയിട്ടാണ് നമുക്കിപ്പോ മഴയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാ പറയുന്നത് ചേഞ്ച് ഇൻ പാറ്റേൺ ഓഫ് റെയിൻഫോൾ, റെയിൻഫോളിന്റെ പാറ്റേൺ തന്നെ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്നു. റൈസ് ഇൻ സീ ലെവൽ, എഫക്ട് ഓൺ ബയോഡൈവേഴ്സിറ്റി, സ്പ്രെഡ് ഓഫ് വെക്ടർ ബോൺ ഡിസീസസ്. അപ്പൊ കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മളെ പലതരത്തിൽ ഇങ്ങനെയുള്ള കാരണങ്ങളിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രീൻ ഹൗസ് എഫക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണെന്ന്. അപ്പൊ കൂടുതലായിട്ട് എന്താണെന്നൊന്നും കൂടെ നോക്കാം കേട്ടോ. ഗ്രീൻ ഹൗസ് എഫക്ട് പിക്ചർ കാണുന്നുണ്ടല്ലോ അല്ലെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ? അപ്പൊ ഗ്രീൻ ഹൗസ് എഫക്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്നും കൂടെ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് സണ്ണിൽ നിന്നുള്ള സോളാർ റേഡിയേഷൻസ് കൂടുതലായിട്ടും നമുക്ക് നമ്മുടെ എർത്ത് സർഫസിൽ നിന്ന് അത് സാധാരണ രീതിയിൽ എങ്ങനെയാ വന്നിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് പോകും അല്ലെ. ഒരു റേസ് ഒരു സർഫസിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഒരു ലൈറ്റ് വേവ്സ് ഒക്കെ നമ്മുടെ ഒരു സർഫസിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഫിസിക്സിലൊക്കെ കൂടുതൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ലൈറ്റ് റേഡിയേഷൻസ് ഒക്കെ ഒരു സർഫസിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് റിഫ്ലക്ട് ചെയ്തിട്ട് പോകും. അത് വന്ന രീതിയിൽ തന്നെ കുറച്ച് പാതയ്ക്ക് വ്യത്യാസം സംഭവിച്ചത് ചെയ്യും, റിഫ്ലക്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ഈ എർത്തില് കൂടുതലായിട്ട് കാണുന്ന ഇതുപോലുള്ള ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുമ്പോഴും നമ്മുടെ ഡിഫോറസ്റ്റേഷൻ ഒക്കെ കൂടുമ്പോഴൊക്കെ നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൂടുതൽ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സണ്ണിൽ നിന്നും വരുന്ന ഹീറ്റ് റേഡിയേഷൻസ് ആയ ഇൻഫ്രാറെഡ് റേസിനെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് തിരിച്ചയക്കില്ല. നമ്മുടെ എർത്തിന്റെ സർഫസിലുള്ള ഇത്തരം വാതകങ്ങൾ അതിനെ തിരിച്ചയക്കില്ല. അവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള റേഡിയേഷൻസിനെ തടഞ്ഞു നിർത്തും. ഈ തടഞ്ഞു നിർത്തുന്ന ഈ ഒരു ബ്ലോക്കിങ്ങിനെ, ഈ ട്രാപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്.
Okay. Okay, ഞാൻ വായിച്ചുതരാം. To some extent, life on Earth is contingent and on the greenhouse effect. Without it, the Earth's surface temperature would be considerably below the freezing point of water. Certain gases are opaque at infrared light frequencies. These include methane, water vapor, nitrous oxide, ozone, and most importantly, carbon dioxide. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള റേസിനെ തടഞ്ഞു നിർത്താനായിട്ട് കാരണമാകുന്നത്. ഈവൻ വാട്ടർ വേപ്പർ പോലും ഇങ്ങനെയുള്ള റേഡിയേഷൻസിനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തടഞ്ഞു നിർത്തൽ, ആ ഒരു ട്രാപ്പിംഗ് ഓഫ് റേഡിയേഷൻസ് ഫ്രം ദി സൺ, ആ സണ്ണിൽ നിന്നുള്ള സോളാർ റേഡിയേഷൻ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന ആ ഒരു ട്രാപ്പിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ഇത് തന്നെയാണ് കേട്ടോ, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ ഡിഫറെന്റ് ആയിട്ടൊന്ന് എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് അലോ ദ പാസേജ് ഓഫ് ഇൻകമിംഗ് ഷോർട്ട് വേവ് ലെങ്ത് സോളാർ റേഡിയേഷൻസ്. ദ എർത്ത് സർഫസ് റേഡിയേറ്റ്സ് some of these radiations back into the atmosphere as longer wavelength radiation. അപ്പൊ എന്ത് ചെയ്യും, ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസിന് സാധാരണ രീതിയിൽ എന്ത് ചെയ്യും, നമ്മുടെ എർത്ത് സർഫസ് പുറത്തോട്ട് പോകാൻ തന്നെ അനുവദിക്കും അല്ലെ, തിരിച്ചു പോകാൻ അനുവദിക്കും. പക്ഷെ ഈ കൂടുതൽ ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻസിന് എന്ത് ചെയ്യും, അത് റേഡിയേറ്റ് ചെയ്തിട്ട് അത് പിന്നെയും നമ്മുടെ ഇതുപോലുള്ള ഗ്യാസസിലൊക്കെ തട്ടിയിട്ട് പിന്നെ റിഫ്ലക്ട് ചെയ്തിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് തന്നെ വരും അല്ലെ. അതായത് സണ്ണിൽ നിന്ന് നമ്മുടെ എർത്തിന്റെ സർഫസിലേക്ക് വരുന്നു. അതാ നിങ്ങൾ കാണുന്നുണ്ട്, ആ ഫിഗറിൽ കാണുന്നുണ്ടാവും. അപ്പം കൂടുതലായിട്ടും ഷോർട്ടഡ് വേവ് ലെങ്ത്തിൽ എന്ത് ചെയ്യും, നമ്മുടെ എർത്ത് ഇങ്ങനെ അബ്സോർബ് ചെയ്യും. ലോങ്ങർ വേവ് ലെങ്ത് എന്ത് ചെയ്യും, കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് നമ്മുടെ എർത്തിന്റെ സർഫസിൽ തട്ടി തിരിച്ചു പോകാനായിട്ട് അവർ ശ്രമിക്കാം. തിരിച്ചു പോകാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ആരുള്ളത്, ഇങ്ങനെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പോലെയുള്ള വാതകങ്ങളിൽ തട്ടുന്നത്. അവർ പിന്നെ അതിൽ സ്ട്രൈക്ക് ചെയ്യും. അതിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് പിന്നെ നമ്മുടെ എർത്തിലേക്ക് തന്നെ റേഡിയേറ്റ് ചെയ്ത് വരും. അപ്പൊ ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അതിലുള്ള ഹീറ്റ് എന്ത് ചെയ്യും, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ആകാൻ തുടങ്ങും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഹലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ ഒരാള് കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ച് ഇനി ഞാൻ പറയണ്ടല്ലോ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് ടൈം ആയോ? ടൈം ആയിന്ന് തോന്നുന്നു അല്ലേ? ബ്രേക്ക് ആണല്ലേ ഇപ്പൊ? ഓക്കെ. എന്നാ പിന്നെ അറ്റൻഡൻസ് പറഞ്ഞോളൂ കേട്ടോ. അറ്റൻഡൻസ് ആരൊക്കെയാ ഇല്ലാത്തത്? ആകാശ് ഉണ്ട്. ആകാശ് പറഞ്ഞേ. ആകാശ് വന്നിട്ടുണ്ട് അല്ലേ? ദെൻ വേറെ ആരാ? ഷബീബ ഉണ്ട്. ഷബീബ ഉണ്ട്. ഷാദിയ ഉണ്ട്. ഷെഹിൻഷ, ശില്പ, സ്നേഹ. ഓക്കെ, ആരാ ഇല്ലാത്തത്? കൃഷ്ണേന്ദു പോയി. പിന്നെ ആരാ? ഞാൻ വായിക്കാം, ഒന്ന് പെട്ടെന്ന് പ്രസന്റ് പറയണേ. അഭിജിത്ത് ഉണ്ടോ? അഭിജിത്ത് ആദിത്യ. ഓക്കെ, ആകാശ് ഉണ്ട്. അഖിൽ സിസി. അഖിലില്ലേ? അഖിൽ പറയുള്ളവർ വേഗം പറയട്ടോ, അല്ലെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യില്ലേ. അഖിലില്ലല്ലോ. ഇല്ല. ഓക്കെ, അക്ഷയ ഉണ്ടോ? അക്ഷയ. അനന്യ. അനുഷ്ക. ആയിഷ, നിമയുണ്ട്. ദേവപ്രിയ ഉണ്ട്. സഹലയുണ്ട്. ഗോകുൽ പ്രമോദ് ഉണ്ടോ? ഗോകുൽ പ്രമോദ്. ഹരികൃഷ്ണൻ അല്ലെ? ഹരികൃഷ്ണൻ അല്ലേ? ഇല്ലേ? ഹരികൃഷ്ണ ഉണ്ട്. ദെൻ ജിബിൻ, കിഷൻ മനോജ്, ആഷിഖ്, നന്ദന, പ്രതീക്ഷ. സഫൽ ഉണ്ടോ? സഫൽ
സഫൽ ഉണ്ട്, സഫൽ ഉണ്ട്. സഫൽ എന്താ അൺമ്യൂട്ട് ചെയ്യാത്തത്? നിങ്ങളൊന്നും ഇവിടെ ഇല്ലേ? സഞ്ജയ്, സഞ്ജയ് ഉണ്ടോ? സാരംഗ് ഉണ്ടോ? സാരംഗ് ഉണ്ട്. സൗരഭ്യ ഉണ്ടോ? സൗരഭ്യ, സൗരഭ്യ. മിസ് സൗരഭ്യന് നെറ്റ് കട്ടായിട്ടാണുള്ളത്. മിസ് സൗരഭ്യന് നെറ്റ് കട്ടായിട്ടാണുള്ളത്. ഓക്കെ ഓക്കെ. ഷബീബ, ഷാദിയ, ഷെഹിൻഷ, ശിൽപ, സ്നേഹ, സൂര്യ ഉണ്ടോ? സൂര്യ, തുഷാര, സൂര്യ, തുഷാര, തുഷാര. ഓക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ആബ്സെന്റ് ആയിട്ട് വന്നത് അഖിൽ CC ഇല്ല. പിന്നെ പറഞ്ഞത് ആരാ? പിന്നെ ആരാ പറഞ്ഞത്? ഗോകുലാണല്ലേ? ഗോകുലല്ലേ? ഗോകുല ഞാൻ ഗോകുലുണ്ട്. ആരോ പറഞ്ഞല്ലോ. മിസ് അഖിലും ഉണ്ട്. ഇപ്പൊ നെറ്റ് കട്ടായിട്ട് പോയതാ. അഖില് വന്നോ? എവിടെ? ഇത്രയും അഖിൽ നേരം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ, ശരി, താങ്ക് യു. ഞാനും